മഴയൊക്കെ വന്നിട്ട് ഒരു അവിഞ്ഞ ഓണമാണ് ഈ പ്രാവശ്യത്തെ ഓണം. എന്നാലും അമ്മ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു. പുറകെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ടാട്ടോ അടുക്കള കയറിയത്. ഞാനും അമ്മയും അടുക്കളയിലും പിള്ളേർ രണ്ടുപേരും പുറത്ത് അത്തപ്പൂക്കൾ ഇടുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഞങ്ങൾ പോയതേയില്ല. ചെന്ന് നോക്കിയപ്പോൾ അടിപൊളി ഒരു അത്തപ്പൂക്കളും പിള്ളേർ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വെക്കം കുളിച്ച് അമ്പലത്തിൽ ചെന്നപ്പോൾ ദേണ്ട എല്ലാവരും സുന്ദര കുട്ടപ്പന്മാരായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പൂജയെല്ലാം കൂടിയിട്ടും നമ്മളവിടെ നിൽക്കുന്നത് വേറെ ഒന്നിനുമല്ല. ഇന്ന് നമ്മളുടെ പാൽപ്പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാൽപ്പായസം ഓരോ ലിറ്റർ വെച്ചൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പായസം കൂടെ കുടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ചെന്ന് പാടെ നേരെ നമ്മൾ കിട്ടിയ പായസം എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് നേരെ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് സദ്യയൊക്കെ റെഡിയാക്കി ഉച്ചയായപ്പോൾ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കഴിച്ചിട്ടു. യാദൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് മോനായ കൊച്ചനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പറയല്ലായിരുന്നു, ഒരു നല്ല സദ്യയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചിന് ഞാൻ ഒരു പിടി വാരി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്. ചക്കി ബോളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൊച്ചന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ ആമ്പിള്ളേർ എല്ലാവരും എഴുന്നേറ്റ് ഒരു പോക്ക്. പിന്നെ എൻ്റെ കൊച്ചാണ് ഞങ്ങൾക്കെല്ലാം വിളമ്പി തന്നത് കേട്ടോ. വിളമ്പി തരിക മാത്രമല്ല, എനിക്ക് വീഡിയോ എടുത്തു തന്നതും എല്ലാം എൻ്റെ യാദൂട്ടനാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം അത് മസ്റ്റാണല്ലോ. അപ്പം ഞങ്ങൾ എല്ലാവരും കയറി കിടന്നങ്ങ് ഉറങ്ങി. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. അപ്പം ഞങ്ങളുടെ അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ രണ്ടുപേരുടെയും വക ബോഡി ഷോ ആയിരുന്നു. പിന്നെ നമുക്ക് ഉറുമ്പിന് വെക്കേണ്ട സമയമായപ്പോൾ യാദൂട്ടനോട് അമ്മ പറഞ്ഞു പെട്ടെന്ന് വായോന്ന് ഒരുങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിനെ ഇങ്ങനെ ഒരുക്കിയത് അശോചാനാണ്. പുള്ളിയുടെ കലവിരുത് അങ്ങനെ ഒരുങ്ങണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ ഉറുമ്പിനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കസിൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. വലിയ തിരക്കേടില്ലാതെ അപ്പോൾ ഓണം അങ്ങ് കഴിഞ്ഞ് കിട്ടി.